വരുമോ നീ ഒരു നാളിൽ എന്റെ മനസ്സിന്റെ അണിയറയിൽ, കാത്തിരിക്കാം ഞാൻ കാത്തിരിക്കാം, നിന്നെ ഓർത്തോർത്തു കാത്തിരിക്കാം. വരുമോ നീ ഒരു നാളിൽ എന്റെ മനസ്സിന്റെ അണിയറയിൽ, കാത്തിരിക്കാം ഞാൻ കാത്തിരിക്കാം, നിന്നെ ഓർത്തോർത്തു കാത്തിരിക്കാം. നമസ്കാരം. ഒരു കലാകുടുംബത്തോടൊപ്പം ഞാനുള്ളത് കരിമ്പ കുളങ്ങാട്ടിൽ ആന്റണി ചേട്ടൻ്റെ വീട്ടിലാണ്. ഇദ്ദേഹവും ഭാര്യയും മക്കളും ഒന്നിച്ചാണ് പല കലാപ്രവർത്തനങ്ങളും നടത്തുന്നത്. പല ചെറുചിത്രങ്ങളും ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അനുകരണ ചിത്രങ്ങൾ ധാരാളം ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗീത ആൽബങ്ങൾ ഇറക്കിയിട്ടുണ്ട്. സിനിമയാണ് അദ്ദേഹത്തിൻ്റെ പാഷൻ. അതോടൊപ്പം തന്നെ ഈ സിനിമാ പാഷന് മുന്നായിട്ട് വീട്ടിൽ വെച്ച് പല പല കലാസംരംഭങ്ങൾ ചെയ്യുമ്പോഴും അതിലെല്ലാം അഭിനേതാക്കളായിട്ട് ചെയ്യുന്നത് ഭാര്യയും മക്കളും ഒന്നിച്ചു ചേർന്നാണ്. അതുകൊണ്ട് തന്നെ നിസ്സംശയം നമുക്ക് പറയാം ഇതൊരു കലാകുടുംബമാണ്. എനിക്ക് സിനിമയെ പറ്റി കലയെ പറ്റി പറയുകയാണെങ്കിൽ, കല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. ഞാൻ സിനിമ കണ്ടിട്ട് 23 കൊല്ലമായി. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിൽ കമ്പിയാണ്. ഈ തിയേറ്ററിൽ പോയിട്ട് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ ചവിട്ടും. അപ്പം നാം സ്വാഭാവികമായിട്ട് പോകാറില്ല. ഞാനിങ്ങനെ മൊബൈലിലെടുത്ത് ഓരോന്ന് കാണുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ നമുക്കെന്താ ചെയ്താൽ പറ്റില്ലേ, അങ്ങനെ 1-2 ചെയ്തപ്പോൾ എന്നെ കോമാളിയാക്കി പലരും പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കില്ല. അവരൊക്കെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ അവർ ആൻ്റണി ഒന്ന് തുറക്ക്, ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ സിനിമ നല്ല മെസ്സേജ് കൊടുക്കണ ഒരു 3 സിനിമയുടെ കഥ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 14ഓളം പാട്ടുകൾ നമ്മൾ പാടി മ്യൂസിക് ചെയ്ത് രചന ചെയ്ത് ഞാൻ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് പുതുമുഖങ്ങൾക്ക് പാടാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. ഇനി പാടുന്ന പാട്ടിൻ്റെയൊക്കെ ആൽബം നമ്മൾ ഇറക്കുകയും ചെയ്യും. അധികം വൈകാതെ 1-2 ക്യാമറമാനും സംവിധായകരും എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോവുകയോ പോയില്ലെന്ന് അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ്. അത് നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പോകാമല്ലോ. മറ്റേത് അവർ പറയണ അങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ആർജിച്ചാൽ, നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ആരും ആവാൻ കഴിയും. മനസ്സ് വെക്കണം. ഒരു കോമാളിക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. അത് കാരണം എനിക്ക് കോമാളിത്തരം കാട്ടാൻ ഒരു മടിയില്ല. അതാണ് എൻ്റെ ഇത്. ഇതെൻ്റെ ഭാര്യ ജോബി ആൻ്റണി. ഇതെൻ്റെ ചെറിയ മോള് അൽന ആൻ്റണി, 6ൽ പഠിക്കണം. ഇതെൻ്റെ 3ാമത്തെ മോള് അമല ആൻ്റണി, 9ൽ പഠിക്കണം. ഇതെൻ്റെ വായാടിയായ പെണ്ണാണ് അൽഫോൻസ, അവൾ 10ൽ പഠിക്കണം. അലക്സ് ആൻ്റണി, അവൻ നമ്മൾ വീഡിയോ ആനിമേഷന് പോയേക്കും. അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സിനിമയെ പറ്റി എല്ലാം സ്വന്തമായിട്ട്, ഒരാളുടെയും സാന്നിധ്യം ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു, നമുക്ക് എന്ത് ചെയ്യാന്ന് നമ്മളാ തീരുമാനിക്കണം. നമ്മളിപ്പോ ഒരു കാര്യത്തിൽ തോറ്റാ ഇങ്ങനെ തോക്കാൻ പാടില്ല, പരിശ്രമിച്ച വിജയം കണ്ടെത്തുമെന്ന് എപ്പോഴും പപ്പ പറയുന്നതാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഈ ഒരു ടെലിഫിലിം ഷൂട്ട് ചെയ്തു. തിരിച്ചുവരവിൽ ഞാനും എന്റെ മമ്മിയും എന്റെ മൂത്ത ചേട്ടനുമായിരുന്നു ഉള്ളത്. സ്വന്തമായിട്ട് കഥ ഉണ്ടാക്കി പാട്ടുപാടി അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തം നിലപാട് നോക്കി ചെയ്യണതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ കുറെ ഷോർട്ട് ഫിലിം എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഭയങ്കര നല്ല അഭിപ്രായമാണ്. പക്ഷെ വിമർശിക്കുന്നവരും ഉണ്ട്. ഒന്നും കാര്യമാക്കാതെ നല്ല ഊർജ്ജത്തോടെ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ സ്വന്തം ചെയ്തു വരുന്നുണ്ട്. ഞാനും ഫാദറും കൂടെ സ്റ്റണ്ട് വീഡിയോസ്, അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പാട്ടൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്റെ ഭർത്താവ് കാണുമ്പോൾ നല്ല ആരോഗ്യവാനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാല് കുഞ്ഞിലെ തന്നെ പോളിയോ വന്ന ഒരു കാലായിരുന്നു. അതിനുശേഷം വീണ്ടും ആക്സിഡന്റ് ഉണ്ടായി അതിൽ കമ്പിയിട്ട് കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് നേരെ ഇരുന്ന് വണ്ടി ഓടിക്കാനും എല്ലാം സാധിച്ചു. പിന്നെ ആള് എപ്പോഴും ഒരു നല്ല രീതിയിൽ, അതായത് സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയാതെ അവനവന് പറ്റാവുന്ന രീതിയിൽ ഒന്നുകിൽ പറമ്പിൽ എന്തെങ്കിലും കൃഷിയായിട്ട്, അല്ലെങ്കിൽ മറ്റ് പെയിന്റിങ്ങോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പണികളായിട്ട്, അല്ലെങ്കിൽ കഥകളുടെ എഴുത്തോ, അല്ലെങ്കിൽ പാട്ട് എഴുതോ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അത് ഞങ്ങളെയും അതിനായിട്ട് ഒരു പ്രോത്സാഹിപ്പിക്കുക. വെറുതെ സമയം വേസ്റ്റ് ആക്കി കളയാതെ ഉള്ള സമയം ഉപകാരപ്രദമാക്കി നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ആളുടെ ഒരു കാഴ്ചപ്പാട്. ഭാര്യ മക്കളെയും കൂടി കൊണ്ടൊന്ന് അഭിനയിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ലോ. ഞാൻ ഈ കാലില്ലാതെ ഇത്രയൊക്കെ ചെയ്യാൻ ദൈവം എനിക്ക് ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിന്റെ ധൈര്യം, ഇപ്പോൾ ഒരു മാലിന്യം കോരാൻ തന്നാലും ഞാനത് കോരിയിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു ആത്മധൈര്യം നമ്മുടെ ഉള്ളിൽ വേണം. പിന്നെ നമ്മൾ പരിശ്രമമാണ്. അപ്പോൾ നമ്മൾ പരിശ്രമിച്ചാൽ ഞാൻ എന്നെപ്പോലെ നിങ്ങൾക്കും ആവാം, നിങ്ങളെപ്പോലെ എനിക്കും ആവാം. 10 എത്ര പ്രാവശ്യം എഴുതിയെന്ന് ആരും ചോദിക്കില്ല, 10 ജയിച്ചോന്നല്ലേ ചോദിക്കുള്ളൂ. ഇതൊക്കെ പരിശ്രമമാണ്. അങ്ങനെ നമ്മളെ എതിർക്കുന്നവരെ, നമ്മുടെ ഉത്സാഹം കെടുത്തുന്നവരെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഇപ്പോൾ ഞാൻ ഒരു ചതിയിലൂടെയാണ് അത് വിജയമാക്കി കൊണ്ടുവന്നത്. എന്നെ കൊണ്ട ചതി
അവിടുന്ന് നമ്മൾ തോറ്റു പിന്മാറുക, വിമർശിക്കണം. അപ്പോഴാണ് നമുക്ക് എന്തും, ഒരു കടയാണെങ്കിലും ഒരു എതിർപ്പാണെങ്കിലും ആരും നമ്മളെ എതിർക്കാൻ വരുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുള്ളൂ. ക്യാമ്പസ് പ്രണയഗാനം തേൻ എന്ന ഗാനത്തിൻ്റെ ഓഡിയോ പ്രകാശനം നടന്നു. കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ പ്രകാശനോദ്ഘാടനം നിർവഹിച്ചു. ഗാനരചന, സംഗീതം, നിർമ്മാണം എന്നിവ ആന്റണി ജോർജ് കരിമ്പയാണ് നിർവഹിച്ചിട്ടുള്ളത്. ഷാജി, പ്രമീള, സുധീഷ് എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. കല്ലടിക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചാണ് പ്രകാശനം നടന്നത്. പ്രൊഡ്യൂസർ ആന്റണി ജോർജ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കല്ലടിക്കോട് കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക് പ്രസിഡന്റ് യൂസഫ് പാലക്കൽ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ സെക്രട്ടറി രവി അടിയത്ത് ആശംസാ പ്രസംഗം നടത്തി. പിള്ളേരെ ഒന്നങ്ങ് വന്നേ. അപ്പൊ അപ്പനോടല്ലേ പറഞ്ഞേ വീട് വലിക്കണ്ടാന്ന്? ആ വീട് ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. അമ്മ എന്തിനാ വിളിച്ചേ? ഇതാ ഏട്ടനെ ഒന്ന് വിളിച്ചേ. ഇപ്പൊ വിളിച്ചേ. അമ്മ കിട്ടുന്നില്ല. പിന്നെ വിളിക്കാം അമ്മ. ഒന്നും കൂടെ വിളിച്ചു നോക്കിക്കോ നീ. ചേച്ചി വിളിക്കേ. അവളും അവനും കൂടി ഒത്തു കളിക്കാം. നമ്മള് വിളിച്ചിട്ട് അവനൊന്നും എടുത്തില്ലല്ലോ. അതിനെടുക്കണമെങ്കിൽ അവളുടെ കളിപ്പാവയല്ലേ, എങ്ങനെ എടുക്ക? അവന് അവളോട് മല്ലിടാനുള്ള ധൈര്യം ഉണ്ടോ? ഇന്നത്തെ കാലം അങ്ങനെ തന്നെ ഇരിക്കോളൂ. ആണോ? അവനെന്റെ കളിപ്പാവ തന്നെയാണ്. എന്തൊക്കെ തരാം. സുമതിനെ കാണാൻ വേണ്ടി വന്നതാണ് ശശിമുണ്ടൂര്. ഓ അത് കൊള്ളാം. നിങ്ങളൊന്ന് കേട്ട് നോക്കണം. 2 ആഴ്ചയായി സുമതി ഇവിടെ അഡ്മിറ്റ് ആയിട്ട്. ഇപ്പഴാ വന്നേക്കുന്ന ഒരു പണത്താവ്. അതിന് വേറെ കാര്യം ചേച്ചിയെ, ഞങ്ങളുടെ നാട്ടില് പാലക്കാട് മുണ്ടൂര് ദേവീക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഈ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 വർഷം കൂടുമ്പോഴതാണ്.
സുമതര പ്രസവം എന്ന് പറഞ്ഞ വർഷം ഉണ്ടല്ലോ, അതിന് വലിയ പുതുമയൊന്നുമില്ല. പിന്നെ അമ്പലത്തിൽ ഉത്സവത്തിന് ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആന കടഞ്ഞിട്ടില്ലേ, സകലമാന ആൾക്കാർ ഓടി. അപ്പൊ ഈ ആനയ്ക്ക് പാപ്പാനല്ലേ? ആന്റെ പാപ്പനാണോ കുട്ടിച്ചനാന്നറിയില്ലേ, ഒരാൾ ആദ്യം ഓടുന്നു കണ്ടു. അപ്പൊ ഞാൻ ചെന്നിട്ട് ഇങ്ങനെ നോക്കി നോക്കുമ്പോ ആന മാതാളകി നിൽക്കാണ്. അപ്പൊ ഞാൻ ധൈര്യത്തിൽ ആനയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ചോദിച്ചു, എടാ സുരേ, എന്താണ് മനക്ക് വേണ്ടത് ചോദിച്ചപ്പോ ഈ ആന എന്നെ പിടിച്ചിട്ടിട്ട് ഒറ്റ ഏറാണ്. ഞാനിങ്ങനെ പറന്ന് ചെന്ന് വീണതോ നാടക നടി രമണിന്റെ വീട്ടില്. എന്തിനാ ഏട്ടോ അക്രാന്ത മൂത്ത് നടന്നു വന്നാ പോരേന്ന്. നടന്നു പോയാ പോരായിരുന്നോ? മതിയായിരുന്നു, പക്ഷെ ആന സമ്മതിക്കണ്ടേ. വരുമോ നീ ഒരു നാളിൽ എന്റെ മനസ്സിന്റെ അണിയറയിൽ? കാത്തിരിക്കാം, ഞാൻ കാത്തിരിക്കാം, നിന്നെ ഓർത്തോർത്തു കാത്തിരിക്കാം. വരുമോ നീ ഒരു നാളിൽ എന്റെ മനസ്സിന്റെ അണിയറയിൽ? കാത്തിരിക്കാം, ഞാൻ കാത്തിരിക്കാം, നിന്നെ ഓർത്തോർത്തു കാത്തിരിക്കാം. പ്രേമത്തിൻ പാട്ടു നീ പാടുമല്ലോ, ഞാൻ സ്നേഹത്തിനോട് കുഴലൂതാമല്ലോ. നിന്നെ കുട്ടി ഞാനും എന്നെ കുട്ടി നീയും ഒന്നിച്ചൊന്നിച്ചോടിക്കളിക്കാമല്ലോ. വരുമോ നീ ഒരു നാളിൽ എന്റെ മനസ്സിന്റെ അണിയറയിൽ? കാത്തിരിക്കാം, ഞാൻ കാത്തിരിക്കാം, നിന്നെ ഓർത്തോർത്തു കാത്തിരിക്കാം. പൂവിരിഞ്ഞു തേൻ നുകരാൻ പൂമ്പാറ്റക്കൂട്ടങ്ങൾ ഓടിയെത്തി. ഞാനും നീയും ഒന്നിച്ച്, നീയും ഞാനും ഒന്നിച്ച്, എന്നാണ് നമ്മൾ തേൻ നുകരാൻ. വരുമോ നീ ഒരു നാളിൽ എന്റെ മനസ്സിന്റെ അണിയറയിൽ? കാത്തിരിക്കാം, ഞാൻ കാത്തിരിക്കാം, നിന്നെ ഓർത്തോർത്തു കാത്തിരിക്കാം. കാറ്റടിച്ചു മഴ പെയ്തു മഴയത്ത് കുടചൂടി, നിന്നെ മാത്രം ഓർക്കാൻ ഞാനെന്നും. എന്നും എന്നും നീ എന്റെ, എന്റെ മാത്രം നീ എന്നും, പൊന്നാര ചക്കര പൊന്നും കൂടമേ. വരുമോ നീ ഒരു നാളിൽ എന്റെ മനസ്സിന്റെ അണിയറയിൽ? കാത്തിരിക്കാം, ഞാൻ കാത്തിരിക്കാം,
നിന്നെയോർത്തോർത്തു കാത്തിരിക്കാം നിന്നെയോർത്തോർത്തു കാത്തിരിക്കാം നിന്നെയോർത്തോർത്തു കാത്തിരിക്കാം